തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസിന് നേരെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. കുപ്രസിദ്ധ ഗുണ്ടയായ കരിപ്പൂർ സ്വദേശി സ്റ്റാമ്പ് അനീഷും സംഘവുമാണ് പോലീസുകാരെ ആക്രമിച്ചത്. അനീഷിന്റെ സഹോദരീപുത്രന്റെ പിറന്നാൾ ആഘോഷം വിലക്കിയതിനാണ് പ്രതിയും സംഘവും പോലീസുകാരെ ആക്രമിച്ചത്. ഗോകുൽനാഥ് തന്നെ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഇത് എവിടെ വെച്ചായിരുന്നു പിറന്നാൾ ആഘോഷം പദ്ധതി ഇട്ടിരുന്നത്? ഇതേ തുടർന്ന് ഈ പോലീസിനെ ആക്രമിക്കാനുള്ള കാര്യങ്ങൾ അതെങ്ങനെയായിരുന്നു? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, നെടുമങ്ങാട് ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് പോലീസുകാർക്ക് ആക്രമണം ഉണ്ടാകുന്നത്. ഈ സ്റ്റാമ്പർ അനീഷ് എന്ന് പറയുന്ന കുപ്രസിദ്ധ ഗുണ്ടയാണ്. കാപ്പ കേസിലടക്കം പലപ്പോഴായി പ്രതി ചേർത്ത് നിലവിൽ ശിക്ഷയൊക്കെ അനുവദിച്ച് പുറത്ത് ഇറങ്ങിയ ആളാണ്. ഇതിനിടെ ഈ ഗുണ്ടയും സംഘവും തൻ്റെ അനുജത്തിയുടെ മകൻ്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് നെടുമങ്ങാട് നഗരത്തിൽ ഒത്തുകൂടുന്നത്. നാളെ ഇത്തരത്തിൽ ഒരു പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 20-ലധികം വരുന്ന ഗുണ്ടാ സംഘങ്ങളുമായി ചേർന്ന് ഇവർ വലിയ പാർട്ടി സംഘടിപ്പിക്കും എന്നുള്ള കാര്യം പോലീസിന് മുൻകൂട്ടി അറിയാൻ സാധിച്ചിരുന്നു. അതേ തുടർന്ന് പോലീസ് ഇത് വിലക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് വിലക്ക് ഉണ്ടായ സാഹചര്യത്തിൽ ഇന്നലെ രാത്രിയിലേക്ക് പോലീസ് പോലും അറിയാതെ ഈ പാർട്ടി ഒന്ന് മാറ്റിവെക്കാനായിട്ടാണ് ഈ ഗുണ്ടാ സംഘം ശ്രമിച്ചത്. അതിന്റെ ഭാഗമായി 20 ഗുണ്ടകളെ ചേർത്തുകൊണ്ട് ഒരു പാർട്ടി സംഘടിപ്പിക്കുകയായിരുന്നു. ഈ പാർട്ടി നടക്കണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് പോലീസ് സ്ഥലത്തെത്തുന്നത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ 20-ലധികം വരുന്ന ഗുണ്ടാ സംഘങ്ങളും ഗുണ്ടകളും ഈ പ്രദേശത്ത് തടിച്ചുകൂടുകയും അവർ തമ്മിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും മുൻപോട്ട് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് തടയാനെത്തിയ പോലീസുകാർക്കാണ് ഇപ്പോൾ മർദ്ദനമേറ്റത്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ SHO അടക്കമുള്ള ആളുകൾക്കാണ് അതിക്രൂര മർദ്ദനമേറ്റിട്ടുള്ളത്. കൈക്കും തോളലിനുമൊക്കെ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും 8ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നെടുമങ്ങാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും വിവിധ ആശുപത്രികളിലുമായി ചികിത്സ തേടിയിട്ടുള്ളത്. പലരുടെയും പരിക്കുകൾ ഗുരുതരമല്ല, എന്നാലും കൈക്കും കാലിനും ഒക്കെയായി പരിക്കുകളുണ്ട്, ആഴത്തിലുള്ള മുറിവുകളുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സ്റ്റാമ്പർ അനീഷ് അടക്കമുള്ള 8 പേരെ ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പലർക്കുമെതിരെ കാപ്പ കേസ് അടക്കം ചുമത്തിയിട്ടുമുണ്ട്. ഇനിയും 12 പേരെ പിടികൂടാനുമുണ്ട്. മോത്തി. ശരി ഗോകുൽ.